ഹായ് ഗായ്സ്, ഡെയിലി യൂട്യൂബ് ടോപ്പ് 10 യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സ് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം കൂടുതൽ വ്യൂവേഴ്സിലേക്ക് എത്തുന്നില്ല എന്നതൊരു നിർദ്ദേശമായി കരുതി കൂട്ടുകയാണ്. അത് വളരെ നമുക്കൊക്കെ റീസെന്റ് വീഡിയോ ആണ് കിട്ടുന്നത്. നമുക്ക് എപ്പോഴും വീഡിയോ കിട്ടണമെന്നില്ല. പല തിരക്കുകളിലുമായും നമുക്ക് റീസെന്റ് വീഡിയോ ആണ് ഇടാൻ പറ്റുന്നത്. എപ്പോഴും ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കും, അപ്പോൾ സമയം കിട്ടും. പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? മാർക്കോന്റെ ഒരു സ്റ്റൈലാ ഇപ്പൊ നമ്മ ഒരു ലുക്ക് പിടിച്ചിരിക്കുന്നു. അപ്പോ ഇന്ന് വരണമെന്ന് കരുതിയത് അത്യാവശ്യമായ ഒരു കാര്യം പറയാൻ തന്നെയാണ്. നടൻ അല്ലു അർജുൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം, നമുക്കറിയാം. ഏതാണ് ആ സിറ്റുവേഷൻ എന്നും നമുക്കറിയാം. യൂത്ത് ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ അറസ്റ്റിന് ചുമത്തിയത് ജാമ്യമില്ലാ കുറ്റമാണ്. ഹൈദരാബാദിലാണ് അത് സംഭവിച്ചത്. വൻ സുരക്ഷയുമായാണ് പോലീസ് വന്നിട്ടുണ്ടായത്. പുഷ്പ 2യുടെ പ്രീമിയം പുഷ്പ 2യുടെ പ്രീമിയറിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു യുവതി മരിച്ച സംഭവം നമ്മൾ കേട്ടായിരുന്നു. സംഭവത്തിൽ നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ എന്നാണ്. ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നു. നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ആരാധന തന്നെയാണ്. ഹൈദരാബാദിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പുഷ്പ 2 പ്രീമിയം തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന് പങ്കുണ്ട് എന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ ഒരു പ്രീമിയർ ഷോ ഒക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കേസായ്മ. അദ്ദേഹത്തിനെ കാണാൻ വരുന്ന ഒരു യുവതി അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ ഒപ്പം വന്നപ്പോ അവിടെ സംഭവിച്ച ഒരു മനഃപൂർവമല്ലാത്ത ഒരു നരഹത്യ തന്നെയാണ്. ഒരു പെൺകുട്ടി മരണപ്പെട്ടു. അല്ലു അർജുൻ അറസ്റ്റിലായി. അതിന്റെ പേരിൽ ഹൈദരാബാദ് പോലീസ് നടനെ അറസ്റ്റ് ചെയ്തു എന്നാണ് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. നടൻ ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി. ജിക്കാട് പള്ളി പോലീസാണ് നടനെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കും. ഇന്ന് തന്നെ കോടതിയിലെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നൊരു കാര്യം കൂടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഹൈദരാബാദാണ്. കോടതിയുമായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ സിറ്റുവേഷന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അത്ര പെട്ടെന്ന് എളുപ്പമല്ല. ഇപ്പൊ അല്ലു അർജുൻ എന്നൊരു യൂത്ത് ഐക്കൺ സ്റ്റാറിന്റെ ഈ ഒരു ഇഷ്യൂ ഒരു സിനിമ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇൻഡസ്ട്രിക്കകത്ത് നടക്കാൻ പോകുന്ന പല പ്രോബ്ലംസിനും ഇത് കാരണമാകും. ആർക്കും എവിടെയും അല്ലു അർജുന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരവസരവും ഈ ഒരു നിഗൂഢതയിൽ ഉണ്ടാകാം. ഒരു നിഗൂഢമായ മരണം തന്നെയാണ്. ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. എന്നാലും എന്നിട്ടും അദ്ദേഹം അതൊരു ചിരിച്ച മുഖത്തോടെ ജീപ്പിലേക്ക് കയറുന്നൊരു രംഗമാണ് കണ്ടത്. അദ്ദേഹം ആ ഒരു ശിക്ഷ ഏറ്റെടുക്കുന്നു എന്നൊരു നിറവിൽ തന്നെയാണ്. അതാണ് ഒരു പോസിബിലിറ്റി. അദ്ദേഹം തന്നെയാണ് അല്ലു അർജുൻ എന്ന യൂത്ത് ഐക്കൺ തന്നെയാണ് അതിന്റെ കാര്യമായ ആള്. ഞാൻ ആ ന്യൂസിനുമായിട്ടൊന്നും കൂടുതൽ ബന്ധപ്പെട്ട ഒരു കണ്ടന്റും നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പൊ അദ്ദേഹം ജീപ്പിലേക്ക് കൊണ്ടുപോകുന്നതും അദ്ദേഹം ഒരു കോഫി കുടിക്കുന്നതുമായ ഒരു വിഷു വീഡിയോ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഷെയർ ചെയ്യും. അത് കണ്ടിട്ട്
നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നടൻ അല്ലു അർജുനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ നടൻ മാതൃഭൂമി ന്യൂസാണ് നമുക്ക് പുറത്തുവിട്ട് തന്നത്. അപ്പോ നടു അല്ലു അർജുനെ വസതിയിലേക്ക് പോലീസ് എത്തി. അദ്ദേഹത്തിന്റെ വസതിയിൽ പോലീസ് ദൃശ്യങ്ങളാണ് നമുക്ക് കൂടെ ഭാര്യയെ കാണാം. അദ്ദേഹം ഒരു കോഫിയോ മറ്റേ കുടിച്ച് ഭാര്യയുടെയൊക്കെ മുന്നിൽ വെച്ച് സ്നേഹപ്രകടനങ്ങൾ കൊടുത്താണ് അദ്ദേഹം വണ്ടിയിൽ കയറി യാത്രയാകുന്നത്. ന്യൂസ് 13 ഡിസംബർ ഇന്ന് നടന്ന കാര്യമാണ്. അപ്പോ പുതിയ അപ്ഡേറ്റ് ആണ്. അപ്പോ എന്താണ് ഇതിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? യുതൈക്കൻ സ്റ്റാറിനെയാണ് പുഷ്പ നായകൻ പുഷ്പരാജിനെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. നിർഭാഗ്യവശാൽ സംഭവിക്കുന്നതാണ്, മനഃപൂർവമായ ഒരു നരഹത്യല്ല. അത് നമ്മൾ എന്നും ആലോചിക്കണം. കൂട്ടത്തിലുള്ള അച്ഛനും അല്ലു അർജുന്റെ ഫാദറും അവരൊപ്പം പോയിട്ടുണ്ട്. അല്ലു അർജുൻ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പുഷ്പ ഒരു ചരിത്രമായി മാറും. കളക്ഷൻ കാരണത്താൽ വളരെ ചരിത്രമുള്ളൊരു സിനിമയായി മാറുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാം. അതിനെക്കാട്ടി മറ്റൊന്നാണ് ഈ ഒരു ഇഷ്യൂ ജനങ്ങളെ ഇങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി അല്ലു അർജുൻ അതിൽ നിന്ന് 25 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും ഇങ്ങനൊരു അറസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് 13 ഡിസംബർ 2000 പുതിയ ന്യൂ ഇയർ വരാനൊക്കെ പോവാണ്. ജാമ്യമില്ല, അറസ്റ്റാണ്. ആരാധകർക്കാണ് ആ ഒരു പ്രശ്നമുണ്ട്. നമ്മളത് സ്വീകരിച്ചിട്ട് ഒരു സൂപ്പർ സ്റ്റാറിനെ നമുക്ക് ഒരിക്കലും അറസ്റ്റ് ചെയ്യണമെന്നോ അദ്ദേഹത്തിനകത്തിടണമെന്നോ നമുക്ക് ആഗ്രഹമില്ല. പക്ഷെ ചില നിമിഷം അത് നമ്മൾ സത്യം തന്നെയാണെന്ന് വിശ്വസിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരകത്തിയ കേസിലേക്കാണ് ആ സ്ത്രീയുടെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റുകയാണ് ഹൈദരാബാദ് പോലീസ് പറയുക. KB ശ്രീധരനാണ് ഇത് പറയുന്നത്. മാധവ് ബംഗളൂരു എന്നാണ് കൂടുതൽ നിർദ്ദേശം ഹൈദരാബാദ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചുള്ള വിവരമാണ് ഞാൻ നൽകുന്നത്. ഏതായാലും നേരത്തെ ഈ കേസിൽ തിയേറ്റർ ഉടമ, മാനേജർ, സെക്യൂരിറ്റി മാനേജർ, അല്ലു അർജുന്റെ സെക്യൂരിറ്റി, അദ്ദേഹം വളരെ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു മനപ്രയാസത്തോടെ അല്ല അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് യാത്ര പറയുന്നത്. അതാണ് അല്ലു അർജുന്റെ മറ്റൊരു നല്ല പോസിറ്റീവ്. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയുന്ന ഒരു ക്യാരക്ടർ, അതാണ് നമുക്ക് എല്ലാവർക്കും ഷോക്കെതിരെ അല്ലു അർജുൻ എത്തുന്ന വിവരം പോലീസിനെ അറിയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് മതിയായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിൽ പരിമിതി അന്ന് ഉണ്ടായി. ഇതിന് പിന്നാലെ അല്ലു അർജുൻ വന്നപ്പോൾ തന്നെ ഈ ബൗൺസർമാർ ഈ ആളുകളെ എല്ലാം തന്നെ അങ്ങോട്ട് തള്ളി മാറ്റുകയും അവരെ മർദ്ദിക്കുന്ന രീതിയിലേക്ക്
അവസ്ഥയിലേക്കൊക്കെ പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ താരം ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് വരുമ്പോൾ വലിയൊരു ഐക്കൺ തന്നെ, വളരെ വലിയ താരം തന്നെ. സുരക്ഷാ ജീവനക്കാർ ഇത്തരത്തിൽ പെരുമാറുകയോട് ചെയ്തതോടുകൂടിയാണ് വലിയ ഈ ബൗൺസർമാർ, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വൈഫ് കൂടെ ഉണ്ട്. സെക്യൂരിറ്റി ഗാർഡ്സ് ആണോ, അല്ലെങ്കിൽ അവിടെ ആ തിയേറ്ററിന്റെ ഭാഗമായിട്ടുള്ള തിയേറ്ററിനാണ് ഈ ഒരു സംഭവം നടന്നിരുന്നത്. ഇത് അല്ലു അർജുന്റെ പേഴ്സണൽ ബൗൺസർമാരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അവർക്കെതിരെ ചെയ്തത് ഈ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ ഇവിടെ തിക്കും തിരക്കും ഉണ്ടാക്കി ആളുകളെ തള്ളി മാറ്റി അത് ചില പ്രതിച്ചു. ഇങ്ങനെ ആണ് ഇവിടെ വലിയ ഒരു ദുരന്തത്തിലേക്ക് പോയത്. എന്നാൽ ഈ തിക്കും തിരക്കിലും വെച്ച് താഴെ വീണാണ് രേവതി എന്ന് പറയുന്ന രേവതിയുടെ മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും മകൾക്കും പരിക്കേറ്റു. ഭർത്താവും ചികിത്സയിലായിരുന്നു. ഇങ്ങനെ ആ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് വലിയ ദുരന്തത്തിലേക്കൊക്കെ പോവേണ്ടി വന്നത്. ഈ കുടുംബത്തിലെ 4 പേർക്ക് അടുത്തപടിയായിട്ടാണ് അതുപോലെ തന്നെ തിയേറ്റർ ഉടമ, മാനേജർ, സുരക്ഷാ ജീവനക്കാർക്കൊക്കെ കേസെടുത്തിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്തയാണ് ചുമത്തിയിരിക്കുന്നത്. ഏതായാലും അല്ലു അർജുനെ ഇപ്പോൾ ചിക്കപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർ നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഹൈദരാബാദ് പോലീസ്. ഇതിന് തുടർന്ന് നടപടികളാണ്. വിചാരിക്കാത്തൊരു ആന്റി ക്ലൈമാക്സ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും ഒട്ടും വിശ്വസിക്കുന്നില്ല ഈ ഒരു ആഘോഷം. വളരെ ആന്റി ക്ലൈമാക്സ് ആണ് സംഭവിച്ചത്. രാത്രി 8:30 കൂടി ആണ് ഈ സന്ധ്യ തിയേറ്ററിലേക്ക് സിനിമ പ്രീമിയർ, അതിന്റെ ഭാഗമായി അല്ലു അർജുനും മറ്റ് അതിൽ അഭിനയിച്ച താരങ്ങളും ഒക്കെ ആ തിയേറ്ററിലേക്ക് എത്തിയത്. അങ്ങനെ നടനെ കാണാൻ വേണ്ടിയാണ് ഈ തിക്കും തിരക്കും ഉണ്ടായത്. ഇപ്പോൾ DCP ഒക്കെ പറയുന്ന കാര്യം, ഈ നടൻ ഈ തിയേറ്ററിലേക്ക് വരുന്ന കാര്യം നേരത്തെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. അങ്ങനെ അറിയിച്ചിരുന്നവർ ഒരുപക്ഷെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയേനെ എന്ന് കൂടി പറയുന്നുണ്ട് DCP. എന്നാലും ഇപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. നാടകീയമായ ഇതുവരെ ഹൈദരാബാദിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ മരിച്ച രേവതി അല്ലു അർജുന്റെ വലിയൊരു ഫാൻ കൂടിയാണ്. അല്ലുവിനെ കാണുക എന്നുള്ളത് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ആ പ്രീമിയർ ഷോ ഈ സമീപകാലത്ത് ഇറങ്ങിയ അല്ലു അർജുന്റെ കരിയറിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ചിത്രമാണമായിരുന്നു. അങ്ങനെയായിരുന്നു ആ പുഷ്പ എന്ന് പറയുന്ന ബ്രാൻഡുമായ പുഷ്പ 2 ഈ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ആരാധകർ എന്ത് പറയും നമുക്കറിയേണ്ടത്. ഇന്നലെ പാലക്കാട് കരീബിൽ 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ലോറി അപകടത്തിൽ മരണപ്പോൾ പൊതുമരാമത്ത് മന്ത്രി കേന്ദ്രമന്ത്രിയും അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? അങ്ങനെ പലതും പറയുന്നുണ്ട് കമന്റ്സ്. അതിനും അല്ലു അർജുൻ എന്ത് പേച്ചു? ഈ രാജ്യത്ത് നികുതി നൽകി തന്നെ അല്ലേ പുഷ്പ 2 റിലീസ് ചെയ്തത്? അത് കാണാൻ ചെന്നപ്പോൾ ഉള്ള അപകടത്തിൽ മരിച്ചതിന് അല്ലു അങ്ങനെ കുറ്റക്കാരൻ ആവും? പലർ നല്ല കമന്റ്സും ഇട്ടിട്ട് ഇതിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അല്ലു അർജുൻ എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹം മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിൽ അപ്പോൾ ഇന്ത്യയിൽ അത് മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് 25 ലക്ഷം കൊടുത്തതിനാണോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇതൊക്കെ അല്ലു അർജുന്റെ ഫാൻസ് ആണ്, അല്ലു അർജുന്റെ ആരാധകർ. പുഷ്പയെ കുറച്ച് കോടികൾ കൂടി വരും. ടെക്നിക് തിക്കിലും തിരക്കിൽപ്പെട്ട് മരിച്ചതിന് എന്തിനാണ് അല്ലു അർജുൻ അറസ്റ്റ് ചെയ്യുന്നതെന്ന് അല്ലു എന്താ ചെയ്തത്? യെസ്, ഇവരുടെ കമന്റ്സ് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അല്ലു അർജുൻ നിരപരാധിയാണോ? യെസ്, അല്ലു അർജുൻ നിരപരാധിയല്ല എന്ന് നമുക്കൊരു ഒട്ടും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു സിനിമ പുഷ്പ 2 വളരെ ഹൈപ്പ് നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുഷ്പ എന്ന് പറയുന്ന സിനിമ ഇന്ത്യയിൽ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഇറക്കാൻ ശ്രമിച്ചൊരു സിനിമയാണ്. അതിന് പ്രീമിയർ ഷോ ഒരുപാട് രാജ്യങ്ങളിലും തിയേറ്ററിലും അതിനുൾപ്പെടെ നടന്നിരുന്നു. അപ്പോ ആ തിക്കിലും തിരക്കിൽ ഒരു യുവതി മരിച്ചപ്പോ അത് അല്ലു അർജുൻ എന്ന യൂത്ത് ഐക്കൺ സ്റ്റാറിന്റെ മുന്നിൽ തന്നെ വന്നെത്തിപ്പെട്ടു പോയി എന്ന് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ യഥാർത്ഥത്തിൽ മറ്റാരിനോ സംഭവിച്ച പിഴവാണെങ്കിലും
അവിടെ വിളിച്ചു വരുത്തിയവൻ ആരാണ്, അദ്ദേഹം തന്നെയാണ് മറുപടി പറയേണ്ടത്. എക്സാക്ട്ലി അങ്ങനെ തന്നെയല്ലേ? നമ്മളുടെ ഒരു ചോദ്യമാണ്. കാരണം ചില കമന്റ്സിൽ നല്ലത് പറയുന്നുണ്ട്, ചില കമന്റ്സിലൊക്കെ നമ്മൾ ഇതിനെക്കാട്ടിയും വൃത്തി കിട്ടതും കേട്ടിട്ടുണ്ട്. ഇത് നല്ല പോസിറ്റീവ് കമന്റ്സ് ആണ്. പക്ഷെ ഈ ഒരു കമന്റ്സ് കൊണ്ട് മാത്രം നമുക്ക് ഒരു യഥാർത്ഥ രീതിയിലെത്താൻ പറ്റില്ല. അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു നടൻ ഹൈദരാബാദ് പോലീസ് സ്റ്റേഷന്റെ കൈകളിൽ പെട്ടു എന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ പെട്ടു എന്നല്ല. അദ്ദേഹം ഈ ഒരു ശിക്ഷയെ തെറ്റെന്ന് കോടതിക്ക് മജിസ്ട്രേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തീരുമാനിക്കേണ്ടതാണ്. അപ്പോഴേ ഒരു ജാമ്യമായി അദ്ദേഹത്തിന് കിട്ടുക. അത് അദ്ദേഹം അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കരുതി ഒരു അറസ്റ്റ് ആക്കിയാൽ മതി. അദ്ദേഹം പണം കൊടുത്താലും എന്തായാലും ആ വ്യക്തിയുടെ നഷ്ടമല്ലല്ലോ പണം കൊണ്ട് മൂടാൻ കഴിയുക. ഒരു വ്യക്തി നഷ്ടപ്പെട്ടാൽ പണമൂല്യം അവരുടെ വില ഇല്ലായ്മ ചെയ്യുന്നില്ല. 25 ലക്ഷം രൂപയേ ഉള്ളൂ ഒരു മനുഷ്യന് വില. അങ്ങനെ നമുക്ക് ചിന്തിച്ചൂടെ? ആ ഒരു ചിന്തയിൽ നമുക്ക് ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം രാജ്യത്തിന്റെ നടപടി ഇങ്ങനെയാണ്. ശിക്ഷ വിധിക്കുന്നത് നമ്മൾ ആരും അറിഞ്ഞിട്ടല്ല. ഇതൊന്നും ആരും ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടും സംഭവിക്കുന്നതല്ല. എല്ലാം സംഭവിച്ചു പോകുന്നതാണ്. അപ്പോ അതിൻ്റെതായ മിസ്റ്റേക്കുകൾ നമ്മുടെ മനുഷ്യർക്ക് പറ്റും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് മാത്രം കരുതുക. ഇത് വലിയൊരു ഇഷ്യൂ, വലിയൊരു അലിഗേഷൻസ്, ഫാൻസുകാരുടെ തല്ല്, ഇതൊന്നും ഇത്തരത്തിലുള്ള മാറ്റേഴ്സിന്, ഇത്തരത്തിലുള്ള കോണ്ടന്റിന് ആവശ്യമില്ല എന്ന് തന്നെയാണ് നമ്മുടെയും നിർദ്ദേശം. കാരണം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണ്. ആരെയും മോട്ടിവേറ്റഡ് ആക്കാൻ ആരും ലോകത്ത് മനുഷ്യർ ഒന്നിനൊന്നിനും മുകളിൽ ആൾക്കാരല്ല. എല്ലാവർക്കും എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ ഉണ്ടാവും. എന്നും ഒരാൾക്ക് പോസിറ്റീവ് തന്നെയായി നിലനിൽക്കണമെന്നുമില്ല. നെഗറ്റീവും പോസിറ്റീവും അങ്ങനെയാണ്, ഒരു ലൈറ്റ് പോലെയാണ്. കെടുമ്പോൾ നെഗറ്റീവും അത് ഓണാകുമ്പോൾ പോസിറ്റീവുമാകുന്ന കാലഘട്ടത്തിൽ ഒരു ലൈറ്റ് ഓൺ സൗണ്ട് പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. നമ്മുടെയൊക്കെ ഇൻസ്ട്രുമെന്റിന് എന്ത് സംഭവിച്ചാലും അവിടെ നമുക്ക് സംഭവിക്കുന്ന ഭയവും പേടിയും ഇവിടെയും നമുക്ക് സംഭവിക്കണം. ഒരു മനുഷ്യന്റെ അവൻ ഈ ലോകം വിട്ടു പോയി എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആ വ്യക്തി കാരണം ഈ ഭൂമിയിൽ നിന്ന് അയാൾക്ക് അവസാനത്തെ നിമിഷമാണെന്ന് നമ്മൾ കരുതിയാൽ മതി. അതും കൂടി കരുതിക്കൊണ്ടും അദ്ദേഹത്തിന്റെ അവസാനിക്കേണ്ട സമയം ആയിട്ടില്ലാത്ത സമയത്തും അതിനു മുമ്പേ അദ്ദേഹം പോയി ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു എന്ന് നോക്കുമ്പോൾ ആ പ്രീമിയർ ഷോ ഒരു കാരണക്കാരനാകാം. ഏറ്റവും കൂടുതൽ ഇൻവോൾവ് അവിടെയാണ്. അപ്പോ അവിടെ അങ്ങനെ ഒരു എസ്കോർട്ടിന്റെ ആവശ്യമുണ്ട്. അവിടെ തല്ലിപ്പിരിച്ചലും അവിടെ ആ ഒരു പ്രീമിയർ ഷോന്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടായെന്ന് നമ്മൾക്ക് കാണാനോ നമ്മളെ ആൾക്കാർക്ക് ആര് കാണേണ്ട ആ ഒരു തെളിവായിട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു സ്ത്രീ മരിച്ചു. അപ്പോ അതിന്റെ ഉത്തരവാദിത്വം ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്തേ പറ്റൂ. അപ്പോ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിയായ വ്യക്തി തന്നെ എത്രയും അധികം ആ ഒരു ഷോയെ വിളിപ്പിച്ചവൻക്ക് തന്നെയായിരിക്കും. ആ ഒരു പ്രീമിയർ ഷോ നടത്താൻ ജനങ്ങളെ അവിടെ എത്തിക്കാൻ ശ്രമിച്ചവർക്കായിരിക്കും. അപ്പോ ആ ഒരു സിനിമയുടെ പ്രശ്നത്തെ, പുഷ്പ എന്ന സിനിമയുടെ പ്രശ്നത്തെ പുഷ്പയുടെ ഹീറോയെയും പുഷ്പയുടെ കൂടെയുള്ളവരെയും പരിശോധിക്കും. പുഷ്പ എന്ന് പറയുന്ന നടൻ മാത്രമല്ല,
അതില് ഉൾപ്പെട്ടവരെല്ലാവർക്കും പല രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാവാം. അവരും ഇതിൽ ഉത്തരവാദി തന്നെയാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് മൊത്തം യൂണിറ്റ് പ്രവർത്തിക്കുന്നതാണെന്നാണല്ലോ. അപ്പൊ ഇവിടുത്തെ പ്രൊഡ്യൂസറും ഉത്തരവാദിയാവും, ഡയറക്ടറും ഉത്തരവാദിയാവും. ഇത്രയും ലോക ജനങ്ങൾ കൂടുതലായി വന്നതിന്റെ പ്രൊട്ടക്റ്റഡ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ കാരണം ഒരു ഇഷ്യൂ ഉണ്ടാവാം. താനെ ഉണ്ടായിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ജാമ്യമില്ലാ ഒരു കുറ്റത്തിലേക്ക് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനി നടന്ന കാര്യമാണ്. ഇനി അദ്ദേഹത്തെ ഇതിൽ നിന്ന് ശിക്ഷിച്ചില്ല എന്നൊരു കാരണത്താലല്ല, ഇനി ശിക്ഷിച്ചത് എന്തിന് എന്നൊരു ചോദ്യം അതിന്റെ ആവശ്യമില്ല. കാരണം സിനിമ എന്നൊരു കാര്യത്തെ, ഒരു ഇൻഡസ്ട്രി എന്ന കാര്യത്തെ നമുക്ക് പല രീതിയിലും വിലയിരുത്താൻ പറ്റും. ഒരു ബിസിനസ് ആയിട്ടും, ചിലപ്പോൾ ഒരു പ്രൊഫഷനായിട്ടും. പക്ഷെ ലൈഫിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ ഇതിന്റെ പിറകിലുണ്ടാവും. ആ ത്യാഗങ്ങൾക്കാണ് പരീക്ഷണങ്ങൾ കിട്ടാൻ പോകുന്നത്. അതാണ് അല്ലു അർജുന്റെ ആ പുഞ്ചിരിയും ആ സ്നേഹപ്രകടനവും. അദ്ദേഹത്തെ അറസ്റ്റിലാകണമെന്ന് യാതൊരു താല്പര്യം ഞങ്ങൾക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനാണ് ഞങ്ങളും. അദ്ദേഹത്തെ അറസ്റ്റിലായി എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാതെ ആയി പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടുതൽ സിനിമ കണ്ട വ്യക്തിയും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറയുകയാണ്, പുഷ്പ 2 അതിനു മേലെ റെക്കോർഡുകൾ വാരി കൂട്ടട്ടെ എന്ന് തന്നെ പറയും. കാരണം അത്ര വെയിറ്റ് ചെയ്തിട്ടുണ്ട് ജനങ്ങൾ. ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. എക്സാക്ട്ലി അതല്ല എന്ന് നമുക്ക് മനഃപൂർവ്വം പറയാൻ കഴിയില്ല. നമ്മൾ വെറുതെ അങ്ങ് വെയിറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ മനഃപൂർവ്വമാക്കിയിട്ട് അത് ഉണ്ടാക്കി പറയുന്ന രീതിയൊന്നും നമുക്കറിയില്ല. സത്യം സത്യം പോലെ പറയണം. അത് ഏത് വിഷയത്തിലായാലും ഏത് രീതിയിലായാലും. മാനുഷിക പരിഗണന ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ഉണ്ടാകണമെന്നത് യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. ഏതൊരു സാധാരണക്കാരനും ഒരേ വിലയാണ് ഏതൊരു വ്യക്തിക്കും ഒരേ നിലയും വിലയും കൊടുക്കണമെന്നാണ് ഒരു പൗരന്റെ അവകാശം. ഒരാൾക്ക് ഇന്നത് എന്ന ഒരു മൂല്യവും പാടില്ല. എല്ലാ വളർച്ചയും എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ ഗണത്തിലാണ്. ഒരാൾ ഇങ്ങനെയാണ്, ഒരാൾ അങ്ങനെയാണെന്ന ചിന്താഗതി നമ്മുടെ മനുഷ്യരിലുണ്ട്. ആ വളർച്ച വലുതാകുമ്പോൾ അത് നമ്മുടെ ജീവിത സ്റ്റാറ്റസ് മാറ്റിമറിക്കും. നിലവാരം കൂടി വരും, നമ്മളുടെ വാല്യൂ നഷ്ടപ്പെടും എന്നൊരു സന്ദർഭങ്ങളുണ്ടാവും. നമ്മളെ ആരും അംഗീകരിക്കാത്ത സന്ദർഭങ്ങൾ അവനവരായിട്ട് ഉണ്ടാക്കി വരും. എത്ര പണം ഉണ്ടായാലും അംഗീകരിക്കാൻ ജനങ്ങൾ മനസ്സ് കാണിക്കണമെന്നത് അത്തരം ദുഷിച്ചവർ ഈ ഭൂമിയിൽ വേണ്ട എന്നതാണ് ആ നിഗൂഢമായ സത്യം. കാരണം വെറുപ്പിനെ ന്യായീകരിച്ച് ജീവിക്കാൻ പറ്റില്ല. സന്തോഷം തരാതെ സന്തോഷം ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞ് നടിപ്പിനെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വെൽക്കം ചെയ്യില്ല. അവർ മാത്രമാണ് ശരിയെന്ന തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന എന്തും സത്യമായി നമ്മൾ കരുതണമെന്ന് പറയുന്നതും ഒരു വാശിയാണ്. നന്മയാവാം, കൂടുതൽ നന്മ ആവശ്യമില്ല. ജീവിതത്തോട് കൂടുതൽ നന്മ കാണിച്ചിട്ടും അത് പരാജയപ്പെട്ടിട്ടുണ്ട്. തിന്മ എന്ന് പറയുന്ന കാര്യത്തിൽ അതിലും കുറെ വൾഗറായ കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുക, കൂടുതൽ അപ്പുറത്തും ഇപ്പുറത്തും ആടിക്കളിക്കാതെ നമുക്ക് നമ്മളതായ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നമ്മൾ പവറാണ്.
അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നിരാശയുണ്ട്. അദ്ദേഹത്തിന് നടനെ ഒന്ന് അറസ്റ്റിലാക്കി അത് ഒരു തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല, അതങ്ങനെ പറ്റിപ്പോയി എന്ന് മാത്രം കരുതുന്നു. ആ മരിച്ചവർക്ക് പ്രണാമം നൽകി. അല്ലു അർജുന്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും? അല്ലു അർജുന്റെ ലൈഫ് ഇൻ സിനിമ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും? അതൊക്കെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് അദ്ദേഹത്തെ ഇനി തിരിച്ചു കൊണ്ടുവരാനും പുതിയ സിനിമയിൽ അദ്ദേഹത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഒരു സിനിമയായിരിക്കും. അതാണ് ഇനി വേണ്ടത്. അല്ലു അർജുൻ പൂർണ്ണമായും മരിച്ചിട്ടൊന്നുമല്ല. അദ്ദേഹം ഒരു യൂത്ത് ഐക്കനാണ്. അല്ലു അർജുന്റെ ഫാൻസ് പിള്ളേരാണെന്ന് ഓർത്തുകൊള്ളുക. അപ്പോ അത് മാത്രം ഒരു പ്രണയ നടനാണ്, ഒരു പ്രണയ കില്ലാടിയാണ്. അപ്പൊ ആ രസത്തിൽ ജീവിക്കുന്നവർക്കുള്ള ഫാൻസിന് ഇത്തിരി നോവ്. ആ നോവ് ഇത്ര നീറ്റിലാണ്. അത് മാറുക തന്നെ ചെയ്യും. ആ നീറ്റിൽ മാറി അദ്ദേഹം പുതിയ വ്യക്തിയായി മാറും. എന്താണ് സംഭവിക്കുക? നിങ്ങൾ തന്നെ തീരുമാനിക്കും.